നാത്തൂമാരുള്ള വീട്ടിൽ കെട്ടിക്കേറി ചെല്ലരുതെന്ന്. ഉള്ള പണി മുഴുവനും നമ്മളെ കൊണ്ടെടുപ്പിക്കും. ഇവിടെയും ഒരുത്തിയുണ്ട്, കെട്ടിയവനെ കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് അവളെ ജോലി മുഴുവനും ഞാൻ തന്നെ ചെയ്യണം. കെട്ടിലമ്മ അവിടെ സപ്രപഞ്ച കട്ടിൽ കിടന്ന് റെസ്റ്റ് ചെയ്യണമായിരിക്കും. ഇതൊരു കഷ്ടമുണ്ടോ? ഓതാ പറഞ്ഞു. ദീപേച്ചി, എന്ത് ഇതുവരെ തുണി അലക്കി കഴിഞ്ഞില്ലേ? എനിക്ക് വിശക്കണം, കാപ്പി ഉണ്ടാക്കിത്താ. അയ്യോ, ഉണ്ടാക്കി തരാലോ. ഉണ്ടാക്കാനാണല്ലോ ഞാനിവിടെ ഉള്ളത്. ഞാൻ ഇവിടെ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. അല്ലേച്ചി, ഈ ഉണ്ടാക്കി തരാന്ന് പറയണില്ലേ എന്തോ ഒരു ഉണ്ടാക്കല് പോലെ. അതെന്തെന്നറിയാമോ, ഞാൻ ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭയങ്കര സ്ട്രെസ്സാണ് അത് ഉണ്ടാക്കാൻ. അതുകൊണ്ട് നിനക്ക് തോന്നിയ അതൊക്കെ വിട് ചേച്ചി. ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? നമ്മളെ കോളേജിലെ ലെക്ചറിലെ മറ്റേ പരമേശ്വര സാറ്, ആ സാറിന്റെ ഇളയ മോനില്ലേ, അത് അങ്ങേരുടെ അല്ലാന്ന് അങ്ങേരുടെ ഭാര്യയ്ക്ക് ഒരു സംശയം. എങ്ങനെ? സാറിന്റെ ഇളയ മോനില്ലേ, സാറിന്റെ ഇളയ മോൻ, അത് ആ സാറിന്റെ അല്ലാന്ന് സാറിന്റെ അല്ലാന്ന് ആ ചേച്ചിക്ക് ഒരു സംശയം. അപ്പൊ ഇത്രയും നാൾ അങ്ങേര് അവരെ ചതിച്ചോണ്ടിരിക്കുകയായിരുന്ന? അയ്യോ എടി, അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. നമ്മളെ തെക്കേലെ ഷീബയില്ലേ, അവള് ഇരട്ട പ്രസവിച്ച്. അപ്പൊ അവൾക്കൊരു സംശയം, ഈ ഇരട്ടയിൽ ഒന്ന് അവളെ ഭർത്താവിന്റെ അല്ലെന്ന്. അതെങ്ങനെ ശരിയാവും? അല്ല, അത് ശരിയാവൂലെന്ന് എനിക്കും അറിയാം. പക്ഷെ എന്നാലും ആരെങ്കിലും കുറിച്ച് നുണ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല. എടി, പിന്നെ ഒരു കാര്യം, ഈ എല്ലാരും പറയണ് കല്യാണം കഴിയണതിന്റെ അന്ന് ഇരട്ടപ്പഴം തിന്ന ഇരട്ട കുട്ടികളെ പ്രസവിക്കുമെന്ന്. യു ചുമ്മാതല്ല. അപ്പൊ ദാമോദരേട്ടന്റെ കല്യാണത്തിന് പഴം തീറ്റ മത്സരം ഉണ്ടായി കാണും. ഇയാൾക്ക് 12 മക്കളെയല്ലേ നേരെ നിരയായിട്ട്. 12 ഇതിനൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്? ഇവിടെ ഒരുത്തനുണ്ട്, കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വിളിച്ച് പറയണ് ഇവ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന്. അതുകൊണ്ട് മീറ്റിങ്ങിന് സാറുമാർ എന്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും വരാൻ പറ്റൂലെന്ന്. ഇവിടെ അവ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ. ഞാൻ എവരാ ഈ സാറന്മാർ ആരെങ്കിലും ഇങ്ങോട്ട് മീറ്റിങ്ങിന് വിളിക്കുന്ന? ഇല്ലല്ല. അത് കറക്റ്റ്. അല്ല, നീ ഇത് TV കാണായിരുന്നു? ഞാൻ വേൾഡ് കപ്പ് കാണായിരുന്നു. എന്ന് ഇന്ത്യയുടെ കളി? അയ്യോ, ക്രിക്കറ്റ് അല്ല, ഫുട്ബോള്. അല്ല, അത് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്. എടി, എനിക്കൊരു സംശയം. എന്തോ? നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുമ്പോഴേ പിന്നെ കളിക്കാരന്മാരെല്ലാം പന്ത് തട്ടി അങ്ങോട്ട് കൊണ്ടുപോകല്ല. അപ്പൊ എന്തിനടി ഈ റഫറി അതിന്റെ പുറകെ പോകണം? അയ്യോ, അത് മനസ്സിലായില്ലേ? ഇവരൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേ ഈ റെഫറിയെ കുറിച്ച് വല്ല നുണ പറയണുണ്ടോന്ന് പുറകെ പോയി നോക്കണതാ. എല്ലായിടത്തും നോണ, ഈ ലോകം മൊത്തം നോണ. അതെ. അമ്മ വല്ലതും തരണേ. ഇവിടെ ഒന്നുമില്ല തരാൻ. നിനക്ക് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ, പോയി വല്ല ജോലി എടുത്ത് ജീവിക്കാന്നോ? എന്നൊന്ന് ചേച്ചിയെ കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, എന്നിട്ട് ചേച്ചി സിനിമയിൽ അഭിനയിച്ച ഇപ്പോഴേ ഈ വീട്ടിൽ തന്നെ കിടക്കണത്. ഇതാണ് ചേച്ചി വിധി എന്ന് പറയണത്. എടി, നിന്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടാ കൊടുക്കാൻ? എന്തിന്? എടി, ആരെങ്കിലും എന്നെ പറ്റി സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് അലിഞ്ഞു പോകും. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ കുറച്ച് സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാറ്റ, പല്ലി, പഴുതാര. അയ്യോ, അതൊക്കെ ഞങ്ങളുടെ വീട്ടിനകത്തുണ്ട്, വേണ്ട. അയ്യോ, അതല്ല പറഞ്ഞത്. പല്ലിക്കിടുന്ന പൗഡർ ഉണ്ട്. അയ്യോ, പൗഡർ മാത്രം ആക്കണ്ട, ഇത്തിരി കരി എഴുതി ലിപ്സ്റ്റിക് ഇട്ട് അപ്പുറത്തെ കോവിലിൽ കൊണ്ടുവന്ന് താലപ്പൊലിക്ക് നിർത്ത്. അല്ല, ഈ ചേച്ചി കണ്ട എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അവളെ തല നിറച്ച് പേന്. പേനാണോ? പേൻ കടിക്കുള്ള മരുന്നുണ്ട്. പിന്നെ ഉറങ്ങുമ്പോ തേച്ചാ മതി. അയ്യോ, പേൻ എപ്പോ ഉറങ്ങുന്ന എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചിയുടെ അച്ഛൻ നാട് വിട്ടോയാണ്. അയ്യോ, എങ്ങനെ മനസ്സിലായത്? സ്വാഭാവികം. വാ തുറന്ന മണ്ടത്തരല്ലേ പറയുള്ളൂ. ചേട്ടാ, പിന്നെ ഈ ബാക്കിൽ ജനലുള്ള ബ്ലൗസ് ഉണ്ടോ? പിന്നെ ജനലുണ്ട്, സൈഡിൽ അലമാരയുണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട്. എല്ലാം കൂടെ ഞാൻ ഈ ബാഗിനകത്ത് വെച്ചേക്കല്ലേ. ആക്കിയതാണല്ലേ? പിന്നെ എന്റെ ബാഗ് എന്ന് പറഞ്ഞ ഒരു ഫർണിച്ചർ വർഷാപ്പാ. സാരി ഉണ്ടാ? സാരി ഉണ്ട് ചേച്ചി. സൂപ്പർ സാരി. കലങ്കാരിയാണോ? നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടാന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? അഹങ്കാരിയാണോന്നല്ല, സാരി കലങ്കാരിയാണോ? പിന്നെ കലങ്കാരി ചേച്ചി, സൂപ്പർ സാരി അല്ല, കലങ്കാരി സാരി. ഇതാ നോക്കി ചേച്ചി. ഇതിന് എത്ര രൂപയുണ്ട്? ഇത് പിന്നെ 1500. എത്ര? 1500. എടാ, നിനക്കിത് മുതലാവും? നീ ഇത്രയും കടന്ന് ഈ വെയിലത്ത് കഷ്ടപ്പെടുന്നു. നീ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പ് വരെ വരണമെങ്കിൽ നിനക്ക് ഓട്ടോ വിളിക്കണം, അതിനൊരു 20 രൂപ. അവിടെ നിന്ന് അടുത്ത ജംഗ്ഷനിലോട്ട് പോകണമെങ്കിൽ നിനക്ക് ബസ്സിന് ഒരു 20 രൂപ കൊടുക്കണം. നിനക്ക് രാവിലെ 10 മണിക്ക് കാപ്പി കുടിക്കണമെങ്കിൽ ഒരു 50 രൂപ ചെലവുണ്ട്. ഉച്ചയ്ക്ക് നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ ഒരു 20 രൂപ ചെലവുണ്ട്. ഊണ് കഴിക്കണമെങ്കിൽ ഒരു 100 രൂപ ചെലവുണ്ട്. എങ്ങനെ നോക്കിയാലും നിനക്ക് ഒരു ദിവസം 300 രൂപ വരെ ചെലവുണ്ട്. ഉണ്ടാ? അപ്പൊ പിന്നെ നിനക്ക് ഇതെങ്ങനെ മുതലാവും? എടാ, നീ ഈ 1500 എന്ന് പറയണതിന്റെ കൂടെ ഒരു 200 രൂപ അങ്ങോട്ട് കൂട്ടി അങ്ങ് ചോദിക്കണം കേട്ടാ. അങ്ങനെ വേണം വിൽക്കാൻ. മനസ്സിലായി. ഈ പിന്നെ ഈ 1500 എന്ന് പറയുമ്പോ എത്ര രൂപയാണ്? 1500. നിന്റെ നിന്റെ ഒരു സാരി 1500 രൂപ സാരി. ഒടുക്കത്ത റേറ്റ്.
അതിനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ല. ചേച്ചി പ്രാവല്ലേ ചേച്ചി. ചേച്ചിക്ക് വേറെ നല്ലൊരു ഔഷധം ഞാൻ തരാം. ശരീരത്തിലെ മൂക്കുരു, കറുത്തപാട്, ചൊറി, ചിരങ്ങി എല്ലാം മാറ്റുന്ന ഒരു നല്ല ഔഷധം. അതാണെങ്കിൽ ചേച്ചി കൊടുത്താൽ മതി. അങ്ങനെയല്ല, അത് എന്റെ ഈ ശരീരത്തിൽ ചെറിയ ചെറിയ മാർക്സ് ഉണ്ട്. മാർക്സാ? വട്ടച്ചൊറി. അങ്ങനെയാണെങ്കിൽ വേറെ സാധനം തരാം. നല്ല ശുദ്ധമായ കാട്ടുതേൻ. അയ്യോ, കാട്ടിൽ നിന്ന് എടുത്തതാണോ? അല്ല, കടയിൽ നിന്ന് എടുത്തത്. അല്ല, കാട്ടിൽ നിന്ന് എടുത്തതേൻ. ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ. ചേച്ചി ഇതാ നോക്ക്, ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ. അപ്പൊ ഇതിന്റെ ഫ്രീ? അപ്പൊ ഇതിന്റെ ഫ്രീ? ഇതിന്റെ ഫ്രീ. അപ്പൊ അതിന്റെ ഫ്രീ? ഇതിന്റെ ഫ്രീ? ഇതിന്റെ അയ്യോ, അപ്പൊ ഇതിന്റെ ഫ്രീ എവിടെ? അതിന്റെ ഇതിന്റെ ഫ്രീ എവിടെ? സ്റ്റോക്ക് തീർന്നു പോയി ചേച്ചി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ തരാം. എടി, ആ 100 രൂപ അങ്ങ് കൊടുത്തരാം. നിങ്ങളുടെ പൈസ തന്നിട്ടുണ്ട്. 100 രൂപ, ഇതിന്റെ ഒരെണ്ണത്തിന് 100 രൂപ. എന്റെ ദൈവമേ, ആദ്യമായിട്ടാണ് സാധനം കൊണ്ട് ഇറങ്ങിയിട്ട് പെട്ടെന്ന് വിറ്റ് തീർക്കണത്. ഇന്ന് കണി കണ്ടവനെ നാളെ കാണണേ. ആ ചേച്ചി, പിന്നെ ഓവനുണ്ടാ? അയ്യോ, അവൻ രാവിലെ പാല് കറന്നിട്ട് പോയി. ഇനി ഉച്ചയ്ക്ക് ശേഷമേ വരുള്ളൂ പാല് കറക്കാൻ. ആര്? നമ്മളെ പാല് കറക്കാൻ പറഞ്ഞ ഗോപൻ. അയ്യോ, അതല്ല, മൈക്രോ ഓവൻ ഉണ്ടാന്ന്. അയ്യോ, ചേച്ചിക്ക് മനസ്സിലായില്ലേ? മൈക്രോ ഫിനാൻസിന് വരൂലേ മറ്റേ ബോബൻ? മറ്റേ തടിയുള്ള ബോബൻ. മൈക്രോ ഫിനാൻസിന്റെ അവൻ ഇനി പിരിവിന് ശനിയാഴ്ച വരും. നിങ്ങൾ രണ്ടുപേരും ബന്ധുക്കളാണ്. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. ചേച്ചിനാണ് പറഞ്ഞത്. എന്തോന്ന് മരപ്പെട്ടിന്ന്? അയ്യോ, എന്നെയല്ല മരപ്പട്ടി എന്ന് പറഞ്ഞത്, നിന്നെ. അല്ലേ ചേച്ചി, ചേച്ചിനെ നോക്കിയാ കൈ ചൂണ്ടിയത്. നിന്നെ നോക്കിയിട്ടാണ് മരപ്പട്ടി എന്ന് പറഞ്ഞത്. ഞാൻ ഈനാം പേച്ചി. ചേച്ചിനല്ലേ പറഞ്ഞത്? അല്ല, അല്ല, എന്നെ അല്ലല്ല പറഞ്ഞത്. അല്ല, 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 എന്നെയാണോ പറഞ്ഞത്? അല്ല. അപ്പൊ എന്നെയാണോ പറഞ്ഞത്? അല്ല. അപ്പൊ എന്നെയാണോ പറഞ്ഞത്? എന്നെയാണോ പറഞ്ഞത്? അപ്പൊ എന്നെയാണോ പറഞ്ഞത്? എന്നെയാണോ പറഞ്ഞത്? അവൻ പോയടി. പോയി. ശോ, അങ്ങനെ 10 പൈസ ചെലവില്ലാതെ സാരി എല്ലാ സാധനങ്ങളും ഉണ്ടടി. ഇതോ നോക്ക്, ഒരു ചെലവൊന്നുമില്ല, കിട്ടിയതാ. ഇതാണ് പറയണത്. അതെ, ഒരുമിച്ച് നിന്നാ എന്തും നേടാം. അതായത് ഒത്തൊരുമിച്ച മലയും